ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഞാനെന്നുണ്ടല്ലോ എന്നെ നൊസ്റ്റാൾജിയ പുതുക്കി കൊണ്ടുവരാൻ പോവാ കേട്ടോ. പണ്ടത്തെ കാര്യങ്ങളെല്ലാം പുതുക്കി ഓരോ കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടുവരാൻ പോവാണ്. ഞാൻ കളിച്ച സ്ഥലവും ഞാൻ കളിച്ച എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടോയെന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കി നോക്കുക. അതുമാത്രമല്ല ഓരോ സ്ഥലവും പിന്നെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് ഞാൻ 3 മണിക്ക് എണീറ്റിട്ട് കണ്ണുറന്ന് നോക്കുക. ആരെങ്കിലും എണീറ്റോ എന്ന് കണ്ണുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ആരും എണീറ്റുണ്ടായില്ല, ഫുള്ള് ഇരുട്ടായിരുന്നു, ആരും എണീറ്റുണ്ടായില്ല. ഞാൻ വിചാരിച്ച് എല്ലാവരും എണീറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ എണീറ്റേന്ന് വിചാരിച്ചിട്ടോ. പിന്നെ സമയം നോക്കിയപ്പോൾ അറിഞ്ഞ 3:30 ആയിരുന്നു. ആരും എണീറ്റുണ്ടായില്ല. എന്നിട്ട് ഞാൻ പിന്നെയും കടന്നു തുടങ്ങി. പിന്നെ എണീറ്റത് 7:30 ക്ലിയർ എല്ലാവരും കേട്ടിട്ട് എണീറ്റുണ്ട് കേട്ടോ. പണ്ടത്തെ കാര്യങ്ങൾ എവിടെ മുതലറിയ കൊണ്ടുവരണ്ടേ. ഈ വീട് മുതൽ നന്ദുവിൻ്റെ വീട്, കസിനാനീൻ്റെ വീട് വരെ നമുക്ക് നടക്കാൻ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളും പിന്നെ അവിടെ നിന്ന് എന്തൊക്കെ ചെയ്ത് അവിടെ ഊഞ്ഞാലിൻ്റെ കാര്യം അതൊന്നും പറയണം കാട്ടിയല്ലേ സ്ഥലമെല്ലാം കാണിച്ചു തരാം. നൊസ്റ്റാൾജി പറഞ്ഞാൽ അജാതി നൊസ്റ്റാൾജി കേട്ടോ. ഇപ്പോൾ സമയം വൈകുന്നേരം 4 മണി 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വെയിൽ കുറച്ച് കുറയാൻ വേണ്ടി കാത്തിരുന്ന കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം, സ്ഥലമെല്ലാം പറഞ്ഞുതരാം. ഈ റോഡുണ്ടല്ലോ, ഈ റോഡൊക്കെ പണ്ട് ചെറിയൊരു ഇടവഴിയായിരുന്നു കേട്ടോ. ചെറിയ ഇടവഴിയായിരുന്നു. ഞങ്ങൾ ഇത് കൂടെയൊക്കെ മറ്റേ പൂവുണ്ടാവില്ല, ഒരു പൂവിൻ്റെ പേര് എനിക്ക് അറിയില്ലല്ലോ പേര്. ഒരു സൂര്യകാന്തി പോലത്തെ ഒരു ചെറിയ പൂവ്, നമ്മൾ ചക്ര ഉണ്ടായി കളിക്കണേ ചെറിയൊരു സൂര്യകാന്തിൻ്റെ ഒരു ചെറിയ പൂവുണ്ട് കേട്ടോ. അതും പിന്നെ ആ ഇല ഇവിടെ ഒരു ഇല ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഈ ഇലയുള്ള ചെടിയില്ലേ, ഇവിടെ ഒരു ടൈറ്റായുള്ള കമ്പ് ഉണ്ടാവില്ലേ, ഇതേപോലെ ഒരു ടൈറ്റായുള്ള കമ്പ്. അത് നല്ല ടൈറ്റും നല്ല ബലമൊക്കെ ഉള്ള ആ കമ്പ് നോക്കിയിട്ട് ഞങ്ങൾ പൊട്ടിക്കും കേട്ടോ. പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇതിലൊക്കെ പറിച്ചളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ടൈറ്റുള്ള സാധനമുണ്ട്, ഒരു ടയർ പോലെ ക്ലിയർ റൗണ്ടിലുണ്ടാവും കേട്ടോ. പൂവിൻ്റെ ഉള്ളിൽ വിത്തൊക്കെ അതായിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വടി ടൈറ്റായുള്ള വടി അങ്ങോട്ട് തിരികും. ഒരു സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, ക്ലിയർ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, എല്ല് പോലെ. ഇതിൻ്റെ വിത്തുള്ള ഭാഗമൊക്കെ കയറ്റി കിട്ടുമോ. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഇത് കൂടെ ഓട്ടിച്ച് കളിക്കണതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ സുഖം തന്നെയായിരുന്നു. പിന്നെ വേറെയും കുറേ സ്ഥലമുണ്ട്, ഞാൻ പറഞ്ഞത് കൂടെ ചെറിയ ഇടവഴിയും പിന്നെ ഇവിടെ മൊത്തം തോട്ടമായിരുന്നു കേട്ടോ. ചോളൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അക്കരയിൽ നിന്ന് ഇങ്ങനെ നേരെ നടക്കുന്നത്, ഇത്ര നീളത്തിൽ അങ്ങനെ നേരെ നടക്കണ്ടായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു വീട് വരുന്നുണ്ട്, പിന്നെ ഇവിടെയൊക്കെ വീട് വരും, ഫ്യൂച്ചറിൽ ഇവിടെയൊക്കെ വീട് വരും എന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ഒന്നും വീടൊക്കെ ഉണ്ടല്ലോ. ഈ വഴിയിൽ ഈ കാണുന്ന തെങ്ങുണ്ടല്ലോ, അതൊക്കെ പണ്ട് ചെറുതായിരുന്നു കേട്ടോ. ഇത്ര പൊക്കറ്റുള്ളൂ, ചാടി എത്തുമായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് തേങ്ങയും കരിക്കൊല്ലം പറിച്ചിട്ട് ഇവിടെ തന്നെ തിന്നണൊക്കെ കാലുണ്ടല്ലോ, ആ കാലൊക്കെ പോയി ഗൈസ്. ഇവിടെ ഫുള്ള് റോഡായി, വഴിയായി, വീടായി, എന്തൊക്കെ. ഇനിയിപ്പോൾ മലേൻ്റെ ടോപ്പിൽ വരെ വീടായിരിക്കും തോന്നുന്നു. കാരണം ഈ മൾബറിമാരല്ലേ, ഇവിടെയായിരുന്നു ഞങ്ങൾ പണ്ട് സ്ഥിരം പരിപാടി കേട്ടോ. ഇവിടെ ഇരിക്കുക, മൾബറി പറിക്കുക, കവറിൽ നിറയ്ക്കുക, തിന്നുക പോവുക, അത് തന്നെയായിരുന്നു ഡെയിലി. ഞാൻ മാത്രമല്ല, ഇത് കൂടെ ഒരു ഇടവഴിയുണ്ട്, ഇത് കൂടെ അങ്ങോട്ട് ഒരു ഇടവഴിയുണ്ട് കേട്ടോ. ഇപ്പോൾ അടച്ചിട്ടിക്കാണ്, ഇവിടെ ഫുള്ള് തോട്ടയും കൊണ്ട് ഇവിടെ അടച്ചിട്ടിക്കാണ്. ഇത് കൂടെ അങ്ങോട്ട് ഒരു ഇടവഴിയുണ്ട്, അത് കൂടെ പോയാൽ മാനേലി ഭാഗത്ത് എത്തും. മാനേലി റോഡില്ലേ, ആ റോഡിൻ്റെ ഭാഗത്ത് എത്തും. ആ ഭാഗം ഇവിടെയൊക്കെ ഉണ്ടല്ലോ, പണ്ട് വാഴയൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ ഫുള്ള് വാഴത്തോട്ടം. ഇത് കൂടെ അപ്പുറത്തെ റോഡിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അപ്പുറത്ത് നോക്കിയാൽ അപ്പുറത്തെ റോഡ്, മെയിൻ റോഡ് വരെ കാണിയിരുന്നു. ഇതുണ്ട്, ഞങ്ങളിപ്പോൾ വന്നത് ആ ഭാഗത്തു നിന്ന് കേട്ടോ വന്നേ. അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, നോക്കിയാൽ ഇവിടെ കാണുന്നു, അവിടെ നിന്ന് നോക്കിയാൽ ഈ ഭാഗമൊക്കെ കാണിയിരുന്നു കേട്ടോ. ഈ റോഡൊക്കെ അവിടെ നിന്ന് നോക്കി കാണിയിരുന്നു. എന്താ വൈബ് സ്ഥലം നോക്കുക, മലയും പിന്നെ ഈ കാടും. ആ പുതിയ വീടൊക്കെ വരുന്നുണ്ടോ, ഫുള്ള് വീട് വരാൻ പോകട്ടോ അവിടെ. ഈ സ്ഥലം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഉമ്മിച്ചിട്ട് പോയതിനെ ബസ്. ഈ സ്ഥലം ഓർത്ത് വെച്ചോട്ടോ, ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം. വണ്ടി അധികം വരുന്നത് കൊണ്ട് സൗണ്ടും കൊണ്ട് പറയാൻ പറ്റില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം കേട്ടോ. അതുകൊണ്ട് വണ്ടി ഇനി പുറത്തൊക്കെ വന്നുകൊണ്ടൊക്കെ ഉണ്ട്, അപ്പോൾ ഈ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. കാണുന്ന വഴിയില്ലേ, ചെറിയ ഇടവഴി കാണുന്നില്ലേ, ആ കാണുന്ന ചെറിയ ഇടവഴി കൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓർത്ത് വെച്ചോ എന്ന് പറഞ്ഞ ഒരു സ്ഥലമല്ലേ. അവിടെ ആദ്യം ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ഏട്ടനും വൈകുന്നേരം അമ്മേൻ്റെ അടുത്ത് പൈസയൊക്കെ ചോദിച്ച് കരഞ്ഞിട്ടൊക്കെ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. ഗപ്പീന് ഫൈറ്ററിന് ഏതിലൊക്കെ പെറ്റ്സിനെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈകുന്നേരം ഈ സമയമാകുമ്പോൾ ഓടി വരും. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകും, ഡ്രസ്സ് മാറ്റി, ഫുഡ് പോലും കഴിക്കില്ല, ഡ്രസ്സ് മാറ്റിയിട്ട് പൈസ മേടിച്ചിട്ട് ഞങ്ങൾ ഡെയിലി വരും. ഡെയിലി അല്ലേ പൈസ ഉള്ളപ്പോൾ ആഴ്ചയിൽ ഞങ്ങൾ വന്നിട്ട് മീനൊക്കെ മേടിച്ചിട്ട് അക്വേറിയത്തിലൊക്കെ കൊണ്ടുപോയിടും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. വൈകുന്നേരം ഡെയിലി വരും പറഞ്ഞാൽ ഡെയിലി എനിക്ക് പറയാൻ പറ്റുന്നില്ല. അവിടെ ഫുള്ള് വണ്ടീൻ്റെ സൗണ്ടായും കൊണ്ട് എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. അധികം വണ്ടീൻ്റെ കാറിന് സൗണ്ട് കേൾക്കാത്ത സ്ഥലത്ത് പോയിട്ട് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് കാണിച്ച സ്ഥലം രണ്ടാമത്തെ സ്ഥലം നിങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ട് വിചാരിക്കുന്നു. ഓർത്ത് വെച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി പറയാൻ പോവാണ്. ഫസ്റ്റ് കാണിച്ച സ്ഥലമല്ലേ, അവിടെ പെറ്റ് ഷോപ്പൊക്കെ പൊളിച്ച് ആകെ അലങ്കോലാക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നേരെ ഫ്രണ്ടിൽ വീടായിരുന്നു. ആദ്യം അവിടെ പെറ്റ് ഷോപ്പായിരുന്നു. എത്ര കസ്റ്റമേഴ്സ് വരും എന്നറിയോ. ഗപ്പീനും ഫൈറ്ററിനെയും പിന്നെ പട്ടീനെയും പൂച്ചേനെയൊക്കെ മേടിക്കാൻ എത്ര ആൾക്കാർ വരും എന്നറിയോ. അത് എന്തിനാ അടച്ചു പൂട്ടിയെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അവിടെ പോയിട്ട് എന്തിനേലൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടേനെ. പിന്നെ രണ്ടാമത് ആ ഇടവഴി, അത് മറക്കാൻ പറ്റില്ല. ഞങ്ങൾ മാനയിൽ പോകണമെങ്കിലും പാലയിൽ പോകണമെങ്കിലും ഹോം ടൗൺ എന്നൊക്കെ അറിയില്ലേ, അതേപോലെ
ചെറിയ സ്ഥലം. അപ്പോൾ ഒരു സാധനങ്ങൾ മേടിക്കും കടകളൊക്കെ പണ്ട് അവിടെ മാത്രമേ ഉണ്ടാവുള്ളായിരുന്നു. നൊസ്റ്റാൾജിയ ചെറുപ്പത്തിൽ ഇനിയും പുതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നന്ദുവിൻ്റെ വീട്ടിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ട് ഇനി ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് സന്തോഷമായിരുന്നു. ചെറുപ്പത്തെ ഓർമ്മ പറഞ്ഞാൽ പഴയ വീടായിരുന്നു. ഇപ്പോൾ പഴയ വീട് പൊളിച്ച് ഈ സ്ഥലത്തിന് പറ്റി എന്തെങ്കിലും? സ്ഥലം അടിപൊളിയാണ്, കുറേ ഓർമ്മയൊക്കെ ഉണ്ട്. എന്തായാലും റാൻഡമായിട്ട് ഞാൻ അവനെ ചൂസ് ചെയ്ത് അവൻ്റെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് പാനിക്കായി പോയി കേട്ടോ. പിന്നെ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയാണ്, അതൊരു യാത്ര. പണ്ടൊക്കെ ഞങ്ങൾ നന്ദുവിൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ വന്ന വഴിയില്ലേ കാടിൻ്റെ ഉള്ളിൽ കൂടെ, ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കൊണ്ടിരുന്നത്. പിന്നെയാണ് ഇവിടെ ഒരു ഇടവഴിയുള്ള കാര്യം ഞാൻ ഓർത്ത് കേട്ടോ. പിന്നെയാണ് ഈ ഇടവഴിയുള്ള കാര്യം ഞാൻ അറിഞ്ഞ കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ഇത് കൂടെ എവിടെ എത്തുന്നോ എങ്ങനെ എത്തുന്നോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഇവൻ്റെ ഒപ്പം പോയപ്പോഴാണ് എനിക്കെല്ലാം ശരിയായി അറിഞ്ഞത് കേട്ടോ. നേരത്തെ ഇവൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഇവൻ്റെ എന്തെങ്കിലും പണ്ടത്തെ നൊസ്റ്റാൾജിയ കാര്യങ്ങൾ ആ ഭാഗത്ത് എത്തും ഇത് കൂടെ പോയാൽ. എനിക്ക് അന്നൊന്നും അറിയില്ലായിരുന്നു ഇത് കൂടെ പോയാൽ എവിടെ എത്തും. ഇത് കൂടെ പോകുന്ന കാട്ടി നല്ലത് ഇത് കൂടെ പോകുന്നതായിരിക്കും സേഫ് എന്ന് എനിക്ക് പിന്നെയാണ് അറിഞ്ഞത്. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് എന്തിനാ വന്നതെന്ന് അറിയോ? പണ്ടത്തെ ഊഞ്ഞാലുള്ള സ്ഥലം കാണിക്കാൻ. ഊഞ്ഞാല എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? പണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഊഞ്ഞാലാടാനായിട്ട് വരുമായിരുന്നു, ഇവനെ കാണാനും പിന്നെ ഊഞ്ഞാലാടാനായിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ ആയിട്ട് ഞങ്ങൾ അടി ഉണ്ടാക്കും, എപ്പോഴും അടി ഉണ്ടാക്കും. ഊഞ്ഞാലയ്ക്ക് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കും, കയറിൻ്റെ മേലെ കയറും മരത്തിൽ കയറും, അങ്ങനെയൊക്കെ അടി ഉണ്ടാക്കി കളിക്കുമായിരുന്നു. എന്ത് ഇറങ്ങി വരുമോ? നിന്റെ പറ്റി നിന്നെയും കടിക്കാൻ വരുവാണ്. ഉണ്ണിപ്പാപ്പ ഇവിടെ ഉണ്ടായിട്ടാ ഞങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നൊസ്റ്റാൾജിയ ഊഞ്ഞാല ഉണ്ടാക്കിയ സ്ഥലം ആദ്യം കാണിച്ചു തരാൻ വേണ്ടി വന്ന. ഊഞ്ഞാല ഉണ്ടാക്കിയ പണ്ടത്തെ ഊഞ്ഞാലുള്ള സ്ഥലം ഈ വീടും സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നാ. നീ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ പണി കഴിഞ്ഞോ? പണി കഴിഞ്ഞില്ല. ഈ ഭാഗത്തായിരുന്നു പണ്ട് ഊഞ്ഞാല ഉണ്ടായത്. ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. രാവിലെ തൊട്ട് ഞാൻ പറയാൻ തുടങ്ങിയത് ചാലിക്കൂടെ പോയിട്ട് കാണിച്ചത്, അല്ലാതെ അങ്ങോട്ട് വഴിയൊന്നുമില്ല. ഇങ്ങോട്ട് അധികം ആൾക്കാർ അധികം പോകാത്തതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വഴിയില്ല, ചാലിക്കൂടെ പോകേണ്ടി വരും. ഇവിടെ ഒരു ഹുക്കാണുണ്ടോ, ഇവിടെയായിരുന്നു ഇതിൻ്റെ പണ്ടത്തെ ഊഞ്ഞാല ഉണ്ടായില്ല. എന്തോ ഇതിലല്ലേ പണ്ടത്തെ ഊഞ്ഞാല ഉണ്ടായത്? ഇവിടെ പണ്ടത്തെ ഊഞ്ഞാല ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഊഞ്ഞാലയിൽ കയറാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരും കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഊഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ആടും. കുറേ വട്ടം ആടിയിട്ട് പൊട്ടി വീണിട്ടുണ്ട്, ചാലിക്ക് പൊട്ടി വീണിട്ടുണ്ട്. പിന്നെ അത് കൂടെ ഇങ്ങനെ മരത്ത് കയറിയിട്ട് ഇവിടെ വെക്കും, പിന്നെ അവിടെ വെക്കും. അന്നൊക്കെ ചെറുതായിരുന്നില്ലേ, ഇതാ ഇവിടുന്ന് ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ തൂങ്ങി പിടിച്ചൊക്കെയാണ് ഈ മരത്തമയൊക്കെ, ഇങ്ങനെയൊക്കെ തൂങ്ങി പിടിച്ചൊക്കെ എന്ത് രസമായിരിക്കും എന്ന് അറിയോ? അതോ കയറ് ഇങ്ങനെ തന്നെ ഉണ്ട്, പണ്ടത്തെ കയറ്. ഇതോ കാട്, ഇതാണ് പണ്ടത്തെ കയറ്, ഊഞ്ഞാല കെട്ടിയ കയറ്. ഇതാ പണ്ടത്തെ കയറ് ഇപ്പോഴും ഉണ്ടല്ലോ. ഓരോന്ന് മരത്തിൻ്റെ ഉള്ളിൽ കയറി പോയിക്കണം, ഓരോ കയറ് ഇതാ മരത്തിൻ്റെ ഉള്ളിൽ കയറി പോയിക്കണം. പണ്ടത്തെ ഊഞ്ഞാല കെട്ടിയ കയറായിട്ടത് എത്ര കൊല്ലം പഴക്കുണ്ട് എന്നറിയോ? അതുണ്ടോ ഓരോരോ കയറ് മരത്തിൻ്റെ ഉള്ളിൽ കയറി പോയിക്കണം. ഇപ്പോഴത്തെ കിണറത്തെ വെള്ളം കുടിക്കാൻ പറ്റുമോ? കിണറിലൊക്കെ പണ്ട് ചാലൊന്നും തോട്ടുന്നൊക്കെ പിടിച്ച ഗപ്പിയുണ്ട്, പരല്, പിന്നെ വരാല് പോലത്തെ മീനുണ്ട്. ഈ ഭാഗത്ത് വരാല് പോലത്തെ മീൻ വേറെ ഉണ്ട്, ചെറുമീൻ എന്ന് അറിയപ്പെടും. ഞങ്ങൾ ഈ ഭാഗത്ത് അതിനെ കരുതില്ല എന്ന് പറയും, കേട്ടോ. അതിനൊക്കെ പിടിച്ചിടും, കുറേ മീനൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിരിക്കും കാണാനൊക്കെ. അതിന് വെള്ളം കുടിക്കാനൊക്കെ അടിപൊളിയായിരിക്കും, ഫ്രഷ് വാട്ടർ ആയിരിക്കും കേട്ടോ. നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ നല്ല ഇരടായതുകൊണ്ട് ഞങ്ങളിപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടി കേട്ടോ. നല്ല ഇരുടും മൂടി വന്നിട്ടുണ്ട്, മൊബൈൽ ചാർജ് തീരെയില്ല. അവിടെ നിന്ന് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ മൊബൈലെല്ലാം കുത്തി വെച്ച് നല്ല ചാർജ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. സമയം കുറയായി എന്ന് വെച്ചാൽ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോറ് എടുത്തിട്ട് റൂമിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചോടും കൂടി ഇല്ല എന്ന് മീൻകറി ഇരിക്കുന്നതാ. നല്ല മീൻകറി ഉണ്ട്, ഇതൊക്കെ നല്ല മീൻകറി, പപ്പടം. മത്തിക്കറി ഭയങ്കര ഇഷ്ടം കേട്ടോ. മത്തിക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടം. മറ്റേ കഷ്ണമീൻ അങ്ങനത്തെയൊക്കെ അല്ലേ, എനിക്ക് തീരെ ഇഷ്ടമല്ല. കഷ്ണമീൻ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഇനിയിപ്പോൾ അധികം പറഞ്ഞ് ലെങ്ത് ആക്കണില്ല, നമ്മളെ വ്ളോഗ് ഇവിടുന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.